അപ്പൊ നിങ്ങളൊരു ടെക്കി ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ടെക്നോളജി ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് GPT എന്താണെന്ന് അറിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഈ പേര് എവിടെയെങ്കിലും കേട്ട് കാണായിരിക്കും. അപ്പൊ ചാറ്റ് GPT എന്താണ്, പിന്നെ ഗൂഗിൾ ഇതുകൊണ്ട് എന്തുകൊണ്ട് പേടിക്കണം, എല്ലാം ഞാൻ ഈ വീഡിയോക്ക് അത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ചാറ്റ് GPT ഓപ്പൺ AI എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ടാക്കിയ AI ബേസ്ഡ് ചാറ്റ് ബോട്ട് ഒക്കെയാണ്. അപ്പൊ നിങ്ങൾ ഈ AIയോട് എന്ത് ചോദിച്ചാലും അതിന് ഒരു ഉത്തരം കാണാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ AIയോട് എന്ത് വേണമെങ്കിലൊക്കെ ചോദിക്കാൻ പറ്റും. പറഞ്ഞ് നിങ്ങളുടെ ഇപ്പൊ പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങള്, പറഞ്ഞ റിലേഷൻഷിപ്പ് അഡ്വൈസുകൾ, അല്ലെങ്കിൽ ഈ ഉപദേശങ്ങള്, അല്ലെങ്കിൽ ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ്, എന്ത് വേണമെങ്കിലും ചോദിക്കാൻ പറ്റും. അതിന് എല്ലാത്തിനും ഇതിനൊരു ആൻസർ ഒക്കെ കാണും. അതും ഈ ഒരു AI ഓഫ്ലൈൻ ഒക്കെയാണ് വർക്ക് ആവുന്നത്, അല്ലാതെ ഓൺലൈൻ ഒന്നുമല്ല. സാധാരണ രീതിയിൽ ഓൺലൈൻ നിങ്ങൾക്ക് റിസോഴ്സ് ഒന്നുമല്ല, ഈ AI തന്നെ പഠിച്ചു വെച്ച് ഓരോ എല്ലാ കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ. അതാണ് ശരിക്കും പറഞ്ഞ ചാറ്റ് GPT. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചോദിക്കാൻ പറ്റും. ഇപ്പൊ സാധാരണ രീതിയിൽ ഗൂഗിളിൽ വല്ലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഗൂഗിളിൽ ഇവിടെ കുറച്ച് വെബ്സൈറ്റ്സ് ഒക്കെ കാണിച്ചു തരും. പറഞ്ഞ അതുവരെയൊക്കെ ചെയ്യത്തുള്ളൂ ഗൂഗിള്. പക്ഷെ ചാറ്റ് GPT എന്ന് വെച്ചാൽ നിങ്ങൾ വേറൊരാളോട് സംസാരിക്കുന്ന പോലെ തന്നെ ആയിരിക്കും. ഇപ്പൊ ചോദിക്കുകയാണ് ഈ ആൻസർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒക്കെ പറഞ്ഞു തരും ആ ഒരു AI. എല്ലാത്തിനും ഇവിടെ ഒരു ഉത്തരമൊക്കെ കാണും. അതാണ് ഈ AI ഒക്കെ ചെയ്യുന്നത്, പറഞ്ഞ ഈ ഒരു ചാറ്റ് ബോട്ടിനൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ ഇതോടെ ഗൂഗിളിന് ഇവിടെ പേടിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. അപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ ഇപ്പോൾ സെർച്ചിങ് വല്ലതും ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ വാട്ട് ഈസ് ഫോട്ടോ സിന്തസിസ് പറഞ്ഞാൽ അതിന്റെ കുറെ സെർച്ച് റിസൾട്ടുകളൊക്കെ കാണും. പറഞ്ഞാൽ കുറെ ഇപ്പോൾ വെബ്സൈറ്റുകൾ കാണും, അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ കാണും. പറഞ്ഞാൽ ഗൂഗിൾ ഇവിടെ ബേസിക്കലി കുറെ വെബ്സൈറ്റുകളൊക്കെ നമ്മളെ ഒക്കെ കാണിക്കും. പറഞ്ഞാൽ നിങ്ങൾ വല്ലതൊക്കെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം വാട്സാപ്പ് പോലത്തെ ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും. പറഞ്ഞാൽ വേറൊരു ആളോട് സംസാരിക്കുന്ന പോലെ തന്നെ ആയിരിക്കും. അതും കൂടാതെ തന്നെ കവിതകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം പാരഗ്രാഫ് ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ഇതിനൊക്കെ ചെയ്യാൻ പറ്റും. ഓപ്പൺ AI ഒക്കെ തുടങ്ങിയപ്പം ഇതിന്റെ പിന്നിൽ ഇലോൺ മസ്ക് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ ശേഷം ഇപ്പം ഇലോൺ മസ്ക് ആക്റ്റീവ് മെമ്പർ ഒന്നുമല്ല ഓപ്പൺ AI എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ. ഇത് പണ്ടൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം അവർ മോണിറ്റൈസ് ഒക്കെ ചെയ്യാൻ നോക്കുവാണ്. അപ്പൊ ഇതോടെ ഗൂഗിളിന് ഇവിടെ വലിയൊരു അടി വരിക. പഴയ രീതിയിൽ ഇനിയിപ്പോ ആൾക്കാർ ഇപ്പം ഈ ഒരു ചാറ്റ് ബോട്ടൊക്കെ ആയിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത് അവരുടെ ഓരോ ഉത്തരത്തിന് വേണ്ടിയൊക്കെ. അപ്പം അതോടെ തന്നെ അഡ്വർടൈസ്മെന്റ്സ് ആയിക്കോട്ടെ, ഇത് എല്ലാം ഡൗൺ ആകാൻ പോവാണ്. ഗൂഗിൾ ആരും ഇനി പോലെ ആഡും ഇതൊന്നും കാണാനൊന്നും പോകുന്നില്ല. ഇപ്പം ആൾക്കാർ തന്നെ ഇപ്പൊ നോക്കുവാണെങ്കിൽ പലരും ഒക്കെ യൂട്യൂബിൽ പോയിട്ടൊക്കെ ആയിരിക്കും സെർച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് പലതും ഒക്കെ സെർച്ച് ചെയ്യും ആൾക്കാർ. ഇപ്പം ഹൗ ടു മേക്ക് ഇപ്പൊ ചിക്കൻ കറി ആയിക്കോട്ടെ, ആൾക്കാരൊക്കെ യൂട്യൂബിൽ പോയിട്ടാണ് പോകുന്നത്, അല്ലാതെ ഗൂഗിളിലൊന്നുമില്ല. ഇപ്പം ഗൂഗിളും പിന്നെ യൂട്യൂബ് ഒക്കെ ഒന്നാണെങ്കിൽ പോലും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പൊ കൂടുതലൊക്കെ യൂട്യൂബിലോട്ടൊക്കെയാണ് പോകുന്നത്. പിന്നെ വേറെ പല ഇപ്പം സോഷ്യൽ മീഡിയ സൈറ്റുകൾ ഇപ്പം സെർച്ച് എഞ്ചിനിലോട്ടൊക്കെ മാറുവാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലോട്ട് പോവുകയാണെങ്കിൽ അതിന്റെ അറിയായിരിക്കും ലൊക്കേഷൻസ്, ഹാഷ്ടാഗ്. പറഞ്ഞ പണ്ടൊക്കെ നമ്മളിപ്പോ അക്കൗണ്ടുകളൊക്കെ സെർച്ച് ചെയ്തോണ്ടിരുന്നത് ഇൻസ്റ്റാഗ്രാമിനകത്ത്. പക്ഷെ ഇപ്പൊ എന്ന് വെച്ചാൽ ലൊക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെസ്റ്റോറന്റുകൾ എല്ലാം ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ തന്നെയൊക്കെ ഉണ്ട്. അപ്പം പതുക്കെ ഓരോ ഇപ്പൊ സോഷ്യൽ മീഡിയ സൈറ്റുകൾ ഇപ്പം പതുക്കെ ഒക്കെ സെർച്ച് എഞ്ചിൻ ആയിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ ഗൂഗിളിൽ ഇവിടെ പഴയ രീതിയിലുള്ള സെർച്ചസ് ഒന്നും, പിന്നെ ഇവിടെ അഡ്വർടൈസിങ്ങിന്റെ ഇതെല്ലാം ഡൗൺ ആവാനൊക്കെ പോവുകയാണ്. അപ്പൊ ഗൂഗിളിന്റെ ഇപ്പൊ സ്റ്റോറി നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു നോക്കിയയുടെ അതേ ഒരു അവസ്ഥ ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പറഞ്ഞു ഗൂഗിൾ ഇപ്പൊ പഴയ പോലെ ഒന്നും അപ്ഡേറ്റ് ഒന്നും ചെയ്യുന്നില്ല അവർ. പക്ഷെ ഒരു കാര്യത്തില് ഗൂഗിൾ ഒരു പ്ലസ് പോയിന്റ് ഒക്കെ ഉണ്ട്, അതാണ് ഡേറ്റ. ഗൂഗിളിന് ഇവിടെ ഡേറ്റ എന്ന് വെച്ചാൽ അവർക്ക് ഇങ്ങനെ വാരി അവർക്ക് ഇരിക്കുകയൊക്കെയാണ് ഡേറ്റ. അപ്പൊ ഡേറ്റയുടെ ആ ഒരു ബലത്തില് ഈ ഒരു ചാറ്റ് ബോർഡിന് ഒന്നും ചെയ്യാനൊന്നും സാധിക്കരുത്. പറഞ്ഞാൽ ഞാൻ ഇവിടെ ഈ ഒരു ചാറ്റ് ബോർഡിന്റെ പ്ലസ് പോയിന്റുകളൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഇതിന്റെ നെഗറ്റീവുകളൊക്കെ ഉണ്ട്. പറഞ്ഞു എല്ലാത്തിന്റെ ഒന്നും ഇപ്പം ആൻസേഴ്സ് ഇതിനൊന്നും പറയാനൊന്നും സാധിക്കത്തില്ല. അഥവാ ഇപ്പൊ പറയുകയാണെങ്കിലും വല്ല പൊട്ടത്തിന്റെ ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഒരു കാര്യം കൂടെ നിങ്ങൾ ഇവിടെ ഓർക്കണം, ഈ ഒരു ചാറ്റ് ബോട്ട് ഓഫ്ലൈൻ ആണ് വർക്ക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഓൺലൈൻ ഒന്നുമില്ല. അവർ മനഃപൂർവ്വം ഇതൊന്നും ഓൺലൈൻ ആക്കാത്തതാണ്. അപ്പം AI ഇപ്പൊ കൂടുതൽ ഇവിടെ സ്മാർട്ട് ആവുകയാണെങ്കിൽ അതും പ്രശ്നമൊക്കെയാണ്. അപ്പൊ ഇത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഓഫ്ലൈൻ ഒക്കെയാണ്. അപ്പൊ ഇത് ഇന്റർനെറ്റ് ആയിട്ട് ഈ ഒരു ചാറ്റ് ബോട്ട് ഇവിടെ കണക്റ്റഡ് ഒന്നുമല്ല, ഈ ഒരു AI ഇവിടെ കണക്റ്റഡ് ഒന്നുമില്ല. മുമ്പ് ഇവിടെ മൈക്രോസോഫ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മെറ്റ ആയിക്കോട്ടെ, ഇവിടെ പല ചാറ്റ് ബോട്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട് AI ബേസ്ഡ്. പക്ഷെ ഓൺലൈനും ഒക്കെ ആയിട്ട് ഇത് ഇപ്പോഴൊക്കെ ആയപ്പോഴത്തേക്കും കുറെ ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ആയിരുന്നു. അപ്പൊ മൈക്രോസോഫ്റ്റിന്റെ
ഒരു AI ആണെങ്കിൽ റേസിസ്റ്റ് ആയിട്ടുള്ള കമന്റ്സ് ഒക്കെ ഷെയർ ചെയ്യായിരുന്നു. പിന്നെ മെറ്റയുടെ ആണെങ്കിൽ 2 AI കൂടെ ഒക്കെ ചേർന്ന് മനുഷ്യന്മാരെയൊക്കെ തീർക്കാൻ വരെയൊക്കെ നോക്കും. ഒക്കെ തന്നെയാണ് ഓൺലൈൻ ഒന്നും ആക്കാൻ ഈ ഒരു AI. പക്ഷെ ഗൂഗിൾ എന്ന് വെച്ചാൽ അവരുടെ ഡേറ്റ ഇങ്ങനെ വാരി അവർക്ക് ഇരിക്കുകയൊക്കെയാണ്. അപ്പൊ അതിന്റെ ആ ഒരു ബലത്തിൽ ഗൂഗിളിന് ഇവിടെ വെല്ലാൻ അങ്ങനെയൊന്നും സാധിക്കത്തൊന്നുമില്ല. പക്ഷെ ഇതും ഇപ്പം ഇന്റർനെറ്റ് ആയിട്ട് കണക്റ്റഡ് ആവുകയാണെങ്കിൽ ഗൂഗിളിന്റെ കാര്യത്തിൽ തീരുമാനമായി നമുക്ക് ഇവിടെ പറയാനൊക്കെ സാധിക്കും. പറഞ്ഞ ഇതിലും ഇപ്പം ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. പറഞ്ഞ ഇപ്പം ചിലതിന്റെ ഒക്കെ ഞാൻ ഇപ്പൊ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്, അത് ഇപ്പൊ പൊട്ടത്തെറ്റൊക്കെ പറഞ്ഞുതരും. പിന്നെ മലയാളത്തിൽ ഞാൻ വല്ല ടൈപ്പ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ അത് പറഞ്ഞ മലയാളത്തിൽ തന്നെ വല്ലതൊക്കെ പറയും, പക്ഷെ അതും പൊട്ടത്തെറ്റൊക്കെ ആയിരിക്കും. അപ്പൊ ഇതുപോലത്തെ ഇപ്പൊ ഒരു ലിമിറ്റേഷൻ ഒക്കെ ഉണ്ട്. അപ്പം ഈ ഒരു കമ്പനി ഓപ്പൺ AI ഇവിടെ ഇപ്പൊ ചാർജ് ഒക്കെ ചെയ്യുന്നുണ്ട് ഈ ഒരു AI ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ചാർജ് ചെയ്യുന്നതുകൊണ്ട് പഴയ പോലെ ഗൂഗിളിന് ഇവിടെ അവരുടെ അഡ്വർടൈസ്മെന്റ് ഒന്നും ഇവിടെ ഒന്നും ചെയ്യാനൊന്നും സാധിക്കുന്നൊന്നുമില്ല. അപ്പൊ ആ പുതിയ ടെക്നോളജി ഒക്കെ വരുമ്പോഴത്തേക്കും പഴയതിനെയൊക്കെ നമുക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ പറയാറൊക്കെ ആയിട്ടുണ്ട്. ബ്ലാക്ക്ബെറി നോക്കിയൊക്കെ അറിയായിരിക്കും. അതേപോലത്തെ ഒരു അവസ്ഥ ആവാറായിട്ടുണ്ട് ഗൂഗിള്. എന്താണെന്ന് നോക്കാം. അപ്പം ഇതൊക്കെ തന്നെ ഉള്ളായിരുന്നു ഈ ഒരു വീഡിയോക്കകത്ത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. That's it guys. Thanks for watching.